ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പട ചമ്മന്തിയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു വിഭവം എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ പപ്പടം നല്ലതുപോലെ ഇട്ട് വറുത്തെടുക്കാം. 5 പപ്പടമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ പപ്പടവും നന്നിട്ട് മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ എണ്ണയിൽ തന്നെ 2 കറിവേപ്പില, 5 വറ്റൽമുളക്, 10-15 ചെറിയ ഉള്ളി നന്നായിട്ട് മുരിയിച്ച് വഴറ്റിയെടുക്കാം. അങ്ങനെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്നത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ആദ്യം. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇന്ന് അടിച്ചെടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഇതിൽ പുളി ചേർത്തിട്ടില്ല. പുളി ചേർക്കേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന പപ്പടം നല്ലതുപോലെ പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചേക്കുന്ന മിശ്രിതവുമായിട്ട് പപ്പടം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. എല്ലാവർക്കും പപ്പട ചമ്മന്തി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.